ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, ഇത് കഴിഞ്ഞ ഈസ്റ്റർ ക്രിസ്മസ് കാലത്തുമൊക്കെ കണ്ടതാണ്. ക്രൈസ്തവ സഭകളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ബിജെപിയുടെ നയതന്ത്രം എന്ന് തന്നെ ഇതിനെ പറയാം. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് രംഗത്തിറങ്ങുകയും ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുമായി സ്നേഹം പങ്കിടുകയും ചെയ്യുന്നത് ഇത്തവണയും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഡൽഹിയിൽ കണ്ടു, മന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തി. അവിടെ കർദിനാൾ ആലഞ്ചേരി ഉണ്ടായിരുന്നു, സഭാ നേതൃത്വം, മറ്റ് സഭകളുടെ നേതൃത്വത്തിലുള്ളവർ ഉണ്ടായിരുന്നു, അൽമായ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. നാളെ മുതൽ ബിജെപി നേരിട്ട് കേരളത്തിൽ ഇറങ്ങുകയാണ്. ക്രൈസ്തവ സഭാംഗങ്ങളുടെ വീട്ടിലെത്തി കേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസാ കാർഡും കൈമാറുകയാണ് ലക്ഷ്യം. എല്ലാവർക്കും അറിയാമല്ലോ ഇതിന് പിന്നിലുള്ള അജണ്ട എന്താണെന്ന്. അത് വിജയം കാണുമോ? ക്രൈസ്തവ സമൂഹത്തെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുവാൻ തുടർച്ചയായി നടത്തുന്ന ഈ ഉദ്യമങ്ങൾ അത് വിജയം കാണുമോ? ഈ നീക്കങ്ങൾ ബി.ജെ.പിക്ക് നല്ലത് തന്നെയാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പക്ഷേ ഇത് നയതന്ത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്രം മാത്രമായാൽ അതുകൊണ്ട് വലിയ പുരോഗതി ഉണ്ടാവില്ല. നാളിതുവരെ കണ്ടത് സഭാ നേതൃത്വം ബി.ജെ.പിയോട് ചില വലിയൊരു ഭാഗം അനുനയത്തിലും നയതന്ത്രത്തിലുമൊക്കെ വിശ്വസിക്കുകയും ചേരുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഭരണമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ക്രൈസ്തവ സഭാ നേതൃത്വം ബി.ജെ.പിയെ പോയി കാണുന്നതിൽ ഒരു തൊട്ടുകൂടായ്മയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അതേപോലെ സഭാ വിശ്വാസികളുടെ ഇടയിൽ അത് എത്രത്തോളം വളരുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ തൃശ്ശൂരിൽ അത് ഗുണം ചെയ്തു എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. അതിന് വേണ്ട ജോലി സുരേഷ് ഗോപി കൂടുതലായി എടുത്തതിൻ്റെയും കൂടെ ഫലമാണ് അതിൻ്റെ മെച്ചമുണ്ടായത്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ചില മേഖലകളിൽ രാജീവ് ചന്ദ്രശേഖരന് ഗുണം കിട്ടിയിരിക്കാം. അതിനപ്പുറം ഇത് വലിയ രീതിയിലേക്ക് വന്നിട്ടില്ല. ഇതൊരു നയതന്ത്രം എന്നുള്ളതിനോടൊപ്പം അതിന് സഭാവിശ്വാസികളോട് എത്തണമെങ്കിൽ വാസ്തവത്തിൽ നല്ലൊരു കാര്യമാണ്. കാരണം ഹിന്ദുമത വിശ്വാസത്തിലുള്ളവരെ മാത്രം കയ്യിലെടുത്തുകൊണ്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. കുറച്ചുകൂടി ഒരു മതേതര സ്വഭാവവും ഇൻക്ലൂസീവ് സ്വഭാവവും കൊണ്ടുവരുന്നത് നല്ലത് തന്നെയാണ്. ആ നിലയ്ക്ക് ആ ഉദ്യമത്തെ അഭിനന്ദിക്കുകയാണ്. പക്ഷെ അത് ഫലം കാണണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ബി.ജെ.പിയുടെ ലീഡർഷിപ്പിൽ വിശ്വാസം മറ്റുള്ളവർക്ക് വരണം. ആ ലീഡർഷിപ്പിന്റെ, പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, കോൺഫിഡൻസും ട്രസ്റ്റും ഉണ്ടായാൽ മാത്രമേ അതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഈ ചെറിയ പൊട്ടുതൊട്ടുള്ള വേലകളൊന്നും കൊണ്ട് മാത്രം ഇത് വിജയിക്കില്ല. പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് വഴക്കും നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിന്റെ ഭിന്നതയിലേക്ക് എത്തുന്നതും, പിന്നെ ചില സമയത്ത് മാധ്യമ ലോകത്തുമായി സുരേഷ് ഗോപി പലപ്പോഴും തട്ടിക്കയറുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നേതൃത്വത്തിനെ കുറിച്ച് ആക്ഷേപം പൊതുവിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിൽ രൂക്ഷമായിട്ട് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഗണ്യമായ സംഭാവന അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് വന്നു എന്ന് നമുക്കറിയാം. ചില CSDSന്റെ സർവേയിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഈഴവ സമുദായത്തിൽ 35% പേര് ബി.ജെ.പിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത്. അല്ലെങ്കിൽ പരമ്പരാഗതമായി അവർ വലിയൊരു ഭാഗം കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ്. അപ്പോൾ ഇതേപോലെ മറ്റു ഭാഗത്തിൽ നിന്ന് വരണമെങ്കിൽ അതനുസരിച്ചുള്ള പ്രവർത്തനം വേണം. ഈ പ്രവർത്തനം എന്ന് പറയുന്നത് അവരുടെ ദേശീയ കാഴ്ചപ്പാടിനൊപ്പം തന്നെ മറ്റ് സമുദായ അംഗങ്ങളെയൊക്കെ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി എനിക്കിവിടെ പറയാനുള്ളത്, ഈ സമുദായ നേതൃത്വവുമായി മാത്രം ഈ അടുപ്പം കൊണ്ട് കാര്യമില്ല ബി.ജെ.പിക്ക്. കൂടുതൽ സഭാവിശ്വാസികളിലേക്ക് എത്തണം. നമുക്കറിയാം ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് 16-17 ഫാക്ഷൻസ് ആയിട്ട് പല തട്ടി നിൽക്കുന്നവരാണ്. ഇപ്പോൾ തന്നെ ബി.ജെ.പിയായിട്ട് അടുത്ത് നിൽക്കുന്ന 1-2 ഫാക്ഷൻസേ ഉള്ളൂ. ബാക്കിയുള്ള സഭകളൊന്നും അത്ര അടുത്ത് വന്നിട്ടില്ല. അപ്പോൾ ക്രൈസ്തവ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളണമല്ലോ. ക്രിസ്മസുമായി സ്നേഹ സന്ദർശനം നടത്തുമ്പോൾ എല്ലാ ഫാക്ഷൻസും എല്ലാ സഭകളുമായിട്ടും ചെല്ലണം. കേരളത്തിലെ സഭകളുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് താനും, രാഷ്ട്രീയത്തിൽ സംഭാവനകൾ ചെയ്തിട്ടുമുണ്ട്. അവർക്ക് ഗവൺമെന്റിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് അഭിപ്രായമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ സഭാ നേതൃത്വത്തിനപ്പുറം സഭാവിശ്വാസികളോടും കൂടി കടന്നെത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുള്ളൂ. ആദ്യം പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. കാരണം ലീഡർഷിപ്പ് നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ബി.ജെ.പിയുടെ അടുത്ത് ആൾക്കാർക്ക് ആ വിശ്വാസവും ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് മോദിക്ക് കൂടി കിട്ടിയ അംഗീകാരമാണ് 20% എത്തിയതെന്ന് മറക്കാതിരിക്കണം.